പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റോഡ് ഷോ ഇപ്പോൾ തുടങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ സെഗ്മെന്റായി ബിജെപി കാണുകയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ റോഡ് ഷോയിൽ ഉണ്ടാവും. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റോഡിന് നടുവിലൂടെ മുന്നോട്ട് പോകും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി ബിജെപി പ്രവർത്തകരൊക്കെ തന്നെ ഈ സ്വരാജ് റൗണ്ടിന് ഒരു വശത്ത് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അതോടൊപ്പം പാർട്ടി പതാകയും ഒക്കെ എന്തിക്കൊണ്ട് അവർ ആ പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും തൃശ്ശൂര്, അതോടൊപ്പം തന്നെ നാട്ടിക, മണലൂര്, പുതുക്കാട്, ഈ 4 മണ്ഡലങ്ങളിലാണ് ബിജെപി വലിയ തോതിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 6 അസംബ്ലി സെഗ്മെന്റുകളിൽ ബിജെപി ഒന്നാമതായിരുന്നു. പുറകിൽ പോയത് ഗുരുവായൂർ മാത്രമാണ്. എന്തായാലും ഇതുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കുത്തനെ വോട്ടുയർത്താമെന്ന ഒരു പ്രതീക്ഷ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമന്ത്രിയെ എത്തിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള ഒരു ആവേശം പ്രവർത്തകർക്ക് നൽകുക എന്നതാണ് ബിജെപി നേതൃത്വം ലക്ഷ്യമിടുന്നത്. അടുത്ത ദിവസങ്ങളിലും പ്രധാനമന്ത്രി ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട്, തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ. അങ്ങനെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാന ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണുകയാണ്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് ദൗത്യം. എന്തായാലും ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലേക്ക് 7 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ എത്തിയ ശേഷം റോഡ് ഷോ ആരംഭിക്കുകയാണ്. എന്തായാലും ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആവേശത്തിലാണ്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള ബിജെപി പ്രവർത്തകർ നേരത്തെ മുതൽ ഈ സ്വരാജ് റൗണ്ടിന് ഒരു വശത്ത് തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിനായി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ക്രൗഡ് പുള്ളറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് മോദിയെ എത്തിക്കുന്നതിലൂടെ ഈ നിയമസഭാ മണ്ഡലത്തിലടക്കം വലിയ തോതിലുള്ള മുന്നേറ്റം ബിജെപി പ്രതീക്ഷിക്കുകയാണ്. പത്മജ വേണുഗോപാലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്നു അവർ. 900ഓളം വോട്ടുകൾക്കാണ് അവർ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. ഇക്കുറി അത് വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നേടിയ ഏക സീറ്റ് തൃശ്ശൂരിൽ നിന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനൊത്ത ഒരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ വോട്ടിംഗ് പാറ്റേൺ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തവുമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്. മാത്രമല്ല ബിജെപി കഴിഞ്ഞ കുറെ നാളുകളായി ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഫോക്കസ് നടത്തുന്നുമുണ്ട്. പാലക്കാടാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർ, കവകഴക്കൂട്ടം. ലിഷോയിലേക്ക് കൂടി പോവുകയാണ്. ലിഷോയ്, പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി കടന്നു വരികയാണ് അല്ലേ? തീർച്ചയായും റോഡ് ഷോ ആരംഭിച്ചു. ഇപ്പോൾ ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന്, ആ പരിസരത്ത് നിന്ന് ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ റോഡ് ഷോയിൽ ജില്ലയിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന തൃശ്ശൂരിൽ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം, അദ്ദേഹത്തിന് തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എല്ലാവരെയും തന്നെ അഭിവാദ്യം ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നത്. ആ തുറന്ന വാഹനത്തിൽ അദ്ദേഹം എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. ശരി ലക്ഷ്യ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രധാനമന്ത്രി സുരേഷ് ഗോപി, പത്മജ വേണുഗോപാൽ, ദൃശ്യങ്ങൾ. പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. തൃശൂർ റൗണ്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയുടെ റോഡ് ഷോ നടക്കുന്നു. പത്മജ വേണുഗോപാൽ തൃശൂരിലെ സ്ഥാനാർത്ഥി, തൃശൂർ ലോക്സഭാ MP സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിലുണ്ട്. രാഗിൻ, പറയാം. തീർച്ചയായും റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം. പ്രധാനമന്ത്രി റോഡ് ഷോ തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ വശങ്ങളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിച്ചും പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. പ്രവർത്തകർ പാർട്ടി പതാകയും ഒക്കെ എന്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. അവിടുത്തെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ഈ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. തുറന്ന ജീപ്പിൽ അല്ലെങ്കിൽ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വശങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തകർ
പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് ഒക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകരൊക്കെ തന്നെ ഉച്ച മുതൽ അല്ലെങ്കിൽ ആ സമയം മുതൽ തന്നെ അക്ഷമരായി കാത്തു നിൽക്കുകയായിരുന്നു ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആവേശം ജനിപ്പിക്കാൻ കഴിയും എന്നതാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അങ്ങനെ കൂടുതൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും BJPയെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെ സ്വരാജ് റൗണ്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ കടന്നു നീങ്ങുന്നു. അതിൽ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ അകമ്പടിയായി തന്നെ ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആ റോഡ് ഷോ മുന്നോട്ട് നീങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ കട്ടൗട്ടുകളും മറ്റുമൊക്കെയായി പ്രവർത്തകർ വശങ്ങളിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അക്കൗണ്ട് തുറക്കുക മാത്രമല്ല കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് BJPയുടെ മുന്നിലുള്ള ലക്ഷ്യം. അത് തിരുവനന്തപുരത്ത്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, പാലക്കാട് ഈ 3 ജില്ലകളാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തൃശ്ശൂര്, നാട്ടിക, മണലൂർ, പുതുക്കാട് അതിൽ ആ ഒരു ഓർഡറിൽ തന്നെയാണ് സീറ്റുകൾ BJP ആ തരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ഓളം വോട്ടുകളാണ് BJPക്ക് ഇവിടെ നേടാൻ കഴിഞ്ഞത്. അന്ന് സുരേഷ് ഗോപിയായിരുന്നു സ്ഥാനാർത്ഥി, പത്മജ വേണുഗോപാലായിരുന്നു UDF സ്ഥാനാർത്ഥി. 900 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടതെന്ന്. ജയിച്ച സ്ഥാനാർത്ഥിക്ക് ബാലചന്ദ്രൻ 44,000-ഓളം വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ത്രികോണ മത്സരത്തിന്റെ ഒരു ദൃശ്യം വളരെ വ്യക്തവുമാണ്. അന്ന് മത്സരിച്ച സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് MP ആയി കേന്ദ്രമന്ത്രിയായി ഇരിക്കുകയാണ്. ആ കേന്ദ്രമന്ത്രിക്കൊപ്പം പത്മജ വേണുഗോപാൽ, അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് BJPക്കൊപ്പവുമാണ്. അങ്ങനെ അവരൊക്കെ തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലത്തിൽ ആ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങുന്നു. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ ആവേശത്തിൽ പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ പാലയിലും കോട്ടയത്തുമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു ഹൈ വോൾട്ടേജിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രിക്ക് മുന്നിലുള്ള ദൗത്യം. മാത്രമല്ല പാലക്കാട് നടത്തിയ പ്രസംഗം പ്രത്യേകിച്ചും അത് LDFനെയും UDFനെയും കടന്നാക്രമിക്കുന്ന പ്രസംഗമായിരുന്നു. നേരത്തെ ഡീൽ ആരോപണമടക്കം LDF BJPയെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ UDF BJPയെ ചേർത്ത് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി എന്നോളം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളും, അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നോണമായിരുന്നു പ്രധാനമന്ത്രിയുടെ പാലക്കാട്ടെ പ്രസംഗവും. എന്തായാലും അതിനൊക്കെ ശേഷം പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയാണ്. പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു, തിരിച്ച് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ആവേശ തിരയിളക്കത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം ഈ റോഡ് ഷോ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സന്നാഹങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്പെട്ട ഒരു നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പായി കാണുന്ന 2024 തെരഞ്ഞെടുപ്പ്, അതിൽ നിർണായകമായിട്ടുള്ള മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മുന്നോട്ട് നീങ്ങുന്നു. എങ്ങും മുദ്രാവാക്യം വിളികൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും